പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണെന്ന് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരോപിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കുരിശു പൊളിച്ചു മാറ്റിയ റിസോർട്ടിൻ്റെ ഗേറ്റിലാണ്, കവാട ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ റിസോർട്ടിനെ സംബന്ധിച്ചോളം ഏതാണ്ട് 9 മാസം മുമ്പ് തന്നെ പൊതുപ്രവർത്തകരായ ഞങ്ങൾ കേരള എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പേരിൽ ഞങ്ങൾ അന്നത്തെ തഹസിൽദാർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. 22/6/2024 ആ പരാതി കൊടുക്കുകയുണ്ടായത്. എന്നാൽ ആ പരാതിയുടെ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് 22/7 മാത്രമാണ് തൊട്ടടുത്ത ഡെസ്കിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതായത് C3 സെക്ഷനിലേക്ക് അവർ കൊടുത്തിരിക്കുന്നത് വന്നിട്ട് 22/7 മാത്രമാണ്. ഒരു മാസ കാലയളവിലാണ് ഇപ്പോൾ തഹസിൽദാറിൻ്റെ ചേംബറിൽ തന്നെ ഈ പരാതി പൂഴ്ത്തിവെച്ചത്. അതിനുശേഷം ഈ പറഞ്ഞ 22/7 CR സെക്ഷനിൽ കിട്ടിയത് റിപ്പോർട്ടിനായി വില്ലേജുകളിൽ ആവശ്യപ്പെടുന്ന ഡേറ്റ് വന്നിട്ട് 4/8/2024 പ്രസ്തുത റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയും ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 2 മാസത്തോളം കാലം തന്നെ വില്ലേജിനുള്ളിൽ തന്നെ പൂഴ്ത്തിവെച്ച ഈ ഫയൽ റിപ്പോർട്ടിനായി മഞ്ചമല, പീരുമേട് വില്ലേജുകളിൽ റിപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരുവിധ റിപ്പോർട്ടുകളും തിരിച്ച് മറുപടിയായിട്ട് താലൂക്കിൽ ഇന്നേ വരെ എത്തിയിട്ടില്ല. അതാണ് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിരുന്ന ആ സമയത്ത് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നതിൽ ഈ അധികാരികൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കാണുന്ന ഇത്രയും വലിയ കോലാഹലം ഒരുപക്ഷെ ഉണ്ടാകേണ്ടി വരില്ലായിരുന്നു. എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. കാര്യം യാതൊരു മാനദണ്ഡമില്ലാതെ പരിസ്ഥിതി ദുർബല പ്രദേശത്തിനോട് ചേർന്ന് തന്നെ വലിയ കുളങ്ങൾ നിർമ്മിക്കുന്നു, വലുതായി മണ്ണുകൾ നീക്കപ്പെടുന്നു, വലുതായി ഫയലിംഗ് ചെയ്തു കോൺക്രീറ്റുകൾ കുഴികൾ പോലെ എടുത്തിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം മുകളിലേക്ക് കയറ്റി വന്നിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്താശ പിടിച്ചത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ്, ഇവിടുത്തെ റവന്യൂ അധികൃതർ തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് മാറി വന്നിരുന്ന ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾ, CPID ആണ് ഇവിടുത്തെ MLA, അവരുടെ തന്നെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വാക്കോ ശബ്ദിക്കുകയോ വേണ്ട നടപടിയോ സ്വീകരിക്കുകയോ ഒന്നും ഇവർക്ക് ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രമധികം കയ്യേറ്റക്കാരെ പരുന്തുംപാറയിൽ ആകർഷിക്കാനും ഇടയായത്. ആയതുകൊണ്ട് ഞങ്ങൾ ഇനി ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഇനിയും മുന്നോട്ട് പോവുകയാണ്. 9 മാസമായിട്ട് പൂഴ്ത്തിവെച്ച ഈ ഫയലുകൾ വീണ്ടും റീഓപ്പൺ ചെയ്ത് ഇത് പരുന്തുംപാറയിൽ മാത്രമല്ല, സത്രം പോലുള്ള പ്രദേശം, വാഗമൺ പോലത്തെ ഉള്ള പ്രദേശമെല്ലാം ഇതുപോലുള്ള നിരവധി കയ്യേറ്റങ്ങൾ നടക്കുന്നു. കുട്ടിക്കാനം പോലത്തെ ടൂറിസം കേന്ദ്രങ്ങളുടെ പ്രധാന ഭാഗത്ത്, കുട്ടിക്കാനം പോലത്തെ ടൗൺ ഭാഗത്ത് തന്നെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധിയായി നടന്നു വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടും സമരപരിപാടികളിലും മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന്റെ തെളിവുകളും സംഘടന പുറത്തുവിട്ടു. 2024 ജൂൺ മാസത്തിൽ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും പരാതിയെ തുടർന്ന് തഹസിൽദാർ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തഹസിൽദാർ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഏതാനും ദിവസങ്ങൾ മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തെന്നും ഇത് ഉദ്യോഗസ്ഥരുടെ അറിവോടെയും മൗന സമ്മതത്തോടുകൂടിയാണെന്നും EPF തുറന്നടിച്ചു. തങ്ങൾ 2024 ജൂൺ മാസത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇത് തടയാമായിരുന്നുവെന്നും എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയെന്നും പരിസ്ഥിതി ദുർബല പ്രദേശത്ത് നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി EPF റവന്യൂ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അനുബന്ധ വിഭാഗത്തിനും പരാതി നൽകിയെങ്കിലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കയ്യേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഇനി പരുന്തുംപാറയിൽ ഇത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്നും EPF കൺവീനർ നിക്സൺ ജോർജ് അറിയിച്ചു. അതുപോലെ തന്നെ സത്രം, കുട്ടിക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണം EPF ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അടിയന്തര നടപടി വേണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഉചിതമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമര നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഭാരവാഹികളായ ബെന്നി പെരുവന്താനം, സാലമ്മ വർഗീസ്, അനീഷ് CK, മനോജ് രാജൻ എന്നിവർ സംസാരിച്ചു. ഐ വിഷൻ ന്യൂസ്, പാമ്പനാർ.